ഒരു സെക്കൻഡ് ഇവിടെ റബേക്ക ജോസഫ് ഗുരുതരമായ ഒരു കാര്യം പറയുന്നു. അത് സ്വയം അവർ പറഞ്ഞതല്ല, നോർത്തേൺ CCFനെ തന്നെ ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞിരിക്കുന്നതാണ്. അപ്പോൾ ശ്രീ സഹദേവൻ പറയുന്ന പോലെ എവിടെയെങ്കിലും ഒരു വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കപ്പെടുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞ് നിരാകരിക്കേണ്ട, അല്ലെങ്കിൽ അത്ര ഗൗരവം മാത്രം കാണേണ്ട, ഏതൊക്കെയോ വനം വകുപ്പുമായി ബന്ധപ്പെട്ട ചില തലങ്ങളിലെ ഉദ്യോഗസ്ഥർക്കുണ്ടായ ഒരു അലംഭാവം അങ്ങനെ പറഞ്ഞ് അവഗണിക്കേണ്ടതാണോ അത്? ഒരിക്കലും അല്ല, അത് വളരെ ഗൗരവത്തിൽ തന്നെ കാണേണ്ടതാണ്. കാരണം തണ്ണീർക്കൊമ്പൻ കർണാടകത്തിൽ നിന്ന് വന്നു, അതുണ്ടാക്കിയ പ്രശ്നങ്ങളുണ്ട്. അതിനോടൊപ്പം തന്നെ 2 ആനകളുണ്ടായിരുന്നു. ഒന്ന് ഈ മോഴയാനയാണ്, അതിന് റേഡിയോ കോളർ ഉണ്ടായിരുന്നു. ഇപ്പോൾ പറയുന്നത് എന്താണ്, അതിൻ്റെ പാസ്വേഡ് കിട്ടിയിട്ടില്ല, 2 കത്തയച്ചു തന്നു. 2 കത്തയച്ചിട്ട് പാസ്വേഡ്, നേരത്തെ CCFൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, ഇതിനെ ഞങ്ങൾ ട്രേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന്. ട്രേസ് ചെയ്യണമെങ്കിൽ എന്താണ്, അതിനുള്ള സംവിധാനം തുറന്നു കിട്ടണം. ആ സംവിധാനം അവർക്ക് ഇവരുടെ കയ്യിലുണ്ട്, കേരള ഫോറസ്റ്റിൻ്റെ കയ്യിലുണ്ട്. ഇനി അതിനെന്തെങ്കിലും അപാകത സംഭവിച്ചാൽ എന്ത് ചെയ്യണം? ഇങ്ങനെ മനുഷ്യവാസ മേഖലയിൽ ആന ഇറങ്ങിയിട്ടുണ്ടെന്ന് അറിയുമ്പോൾ കേരളത്തിലെ പോലീസിൻ്റെ ഫോറസ്റ്റിൻ്റെ മുതിർന്ന ഉദ്യോഗസ്ഥന്മാർ എന്ത് ചെയ്യണം? അത് സീരിയസ് ആയിട്ട് എടുക്കണം. കർണാടക അയച്ചു തന്നിട്ടില്ലെങ്കിൽ ഇവിടുത്തെ മുതിർന്ന ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് കർണാടക ഉദ്യോഗസ്ഥരെ വിളിക്കണം. കേവലം ഒരു ലെറ്റർ അയക്കില്ല, ടെലിഫോൺ ചെയ്യണം, അല്ലെങ്കിൽ സെക്രട്ടറിമാരെ കൊണ്ട് വിളിപ്പിക്കണം. ഇതിൻ്റെ ഒരു സീരിയസ്നെസ്, അർജൻസി അവരെ ബോധ്യപ്പെടുത്തണം. അതിലൊക്കെ ഞങ്ങൾക്കെല്ലാം അറിയാം. ഞാനും ആറളം ആദിവാസി മേഖല ഉൾക്കൊള്ളുന്ന 12 ആളുകൾ കഴിഞ്ഞ 6-7 വർഷത്തിനിടയിൽ മരണപ്പെട്ട ആ ജനവാസ മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ജനപ്രതിനിധിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞത് ഈ കാര്യങ്ങളിലെല്ലാം വളരെ അലംഭാവ മനോഭാവം സ്വീകരിക്കുന്നു. മുതിർന്ന ഉദ്യോഗസ്ഥന്മാരായിരിക്കും, ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരൊക്കെ കുറേ ത്യാഗം ചെയ്യുന്നവരുണ്ട്, ആരുടെ മുമ്പിൽ പെട്ടുപോകുന്ന ഉദ്യോഗസ്ഥന്മാരുണ്ട്, രാത്രി പോലും ഉറങ്ങാതെ വർക്ക് ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാരുണ്ട്. പക്ഷെ മുകളിൽ നിന്ന്, ഹയർ ലെവലിൽ നിന്ന് ഈ വിഷയങ്ങളെ വേണ്ടത്ര ഗൗരവത്തിൽ കാണുന്നില്ല. അതുകൊണ്ട് ഞാൻ ചോദിച്ച ഗവൺമെൻറ് തലത്തിൽ നടത്തിയിട്ടുള്ള അദാലത്തുകൾ, വാട്ട് റിസൾട്ട് ഇറ്റ് കുഡ് മേക്ക്, എന്ത് ഫലം അതിനെ സംബന്ധിച്ച് ഉണ്ടാക്കാൻ സാധിച്ചു, അതിൻ്റെ ഫോളോ അപ്പ് എന്ത് ആക്ഷൻ ഉണ്ട്? ഞങ്ങളെന്തായാലും തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളാണ്. ഞങ്ങൾ നിയമസഭയിൽ പറയുന്നതിന് ഈ ഒരു ഒരു ആവർത്തിച്ചുള്ള മറുപടി, ആവർത്തിച്ചുള്ള ഒരേ ടൈപ്പ് സ്റ്റീരിയോ ടൈപ്പ് മറുപടി അല്ലാതെ ഗൗരവത്തിൽ ഒരു ചർച്ച നടത്തി വിഷയങ്ങൾ എന്താണ്. ഇപ്പം ആന മാത്രമല്ല, ആന ഒരു ഗുരുതരമായിട്ട് നിൽക്കുന്നു, കടുവ വേറൊരു തരത്തിൽ നിൽക്കുന്നു, കാട്ടുപന്നി ഒരു പരിധിവരെ അതിന് പരിഹാരം ഉണ്ടാക്കാൻ സാധിച്ചു. കാട്ടുകുരങ്ങിൻ്റെ അവസ്ഥ എന്താണ്? കാട്ടുകുരങ്ങിൻ്റെ വിഷയത്തിൽ കഴിഞ്ഞ 1 വർഷമായിട്ട് ഏകാംഗ സമരം നടത്തുന്ന ഒരു കർഷകൻ കൊട്ടിയൂരിലുണ്ട്. ഒരു കൃഷിക്കാരൻ തോമസ് ഒറ്റയ്ക്ക് സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനത് സഭയിൽ പറഞ്ഞതാണ്, മാധ്യമങ്ങളത് റിപ്പോർട്ട് ചെയ്തതാണ്. അപ്പോൾ ഈ വിഷയത്തിലെല്ലാം ഇതിൻ്റെ ഏറ്റവും ഉന്നത തലങ്ങളിൽ ഇരിക്കുന്ന ആളുകൾ, അവരെ ബാധിക്കാത്ത വിഷയങ്ങളായതുകൊണ്ട് അതിന് ടെക്നിക്കലായിട്ടുള്ള മറുപടി, അതിനെ ഈ സ്റ്റീരിയോ ടൈപ്പ് മറുപടി മാത്രം പറയുന്നു. ഭരണ നേതൃത്വവും അത് കേട്ട് അത് മറുപടി മാത്രമായിട്ട് ചുരുക്കുന്നു. നടപടി ഉണ്ടാകുന്നില്ല, ഇതിനാവശ്യമായിട്ടുള്ള ഫണ്ട് കണ്ടെത്തുന്നില്ല, വീഴ്ചകൾ അത് വിലയിരുത്തിയിട്ട് വീഴ്ചയ്ക്ക് ഉത്തരവാദികളായവരുടെ പേരിൽ നടപടി ഉണ്ടാകുന്നില്ല. പരിശോധിക്കും എന്ന് പറഞ്ഞാൽ ആ വാക്കുകൊണ്ട് തീർന്നു. ഈ പരിശോധനകളുടെ ഫലം എന്താണ്? ശ്രീ സണ്ണി ജോസഫ് MLA, ഈ കർണാടക വനം വകുപ്പ് ഈ പറയുന്ന 3 ആനകളെ എന്നാണ് കേൾക്കുന്നത്. 2 ആനകളെ കാര്യത്തിൽ എന്തായാലും നമ്മുടെ അനുഭവം മുന്നിലുണ്ട്. ഇത് ഈ ഭാഗത്തേക്ക് വരുന്നത് യാദൃച്ഛികമാണെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? കർണാടക വനം വകുപ്പിന്റെ ഈ നടപടി അത് യാദൃച്ഛികമാണെന്ന് കരുതുന്നുണ്ട്? ഇപ്പം അരിക്കൊമ്പന്റെ കാര്യത്തിൽ നമുക്ക് കൃത്യമായി തമിഴ്നാടുമായി ആശയവിനിമയമുണ്ട്, ഇപ്പോഴും ആ ആശയവിനിമയം തുടരുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു നീക്കം ഉണ്ടാവുക അത് യാദൃച്ഛികമാണെന്ന് കരുതുന്നുണ്ട്? വേണ്ടതെന്താ, നമ്മൾ സ്വീകരിച്ചത് നമ്മൾ അരിക്കൊമ്പന്റെ വിഷയം വന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ അരിക്കൊമ്പനെ നമ്മുടെ അതിർത്തി കടത്തിയും കൂട്ടു. ഒരു പ്രശ്നക്കാരനായ പ്രശ്നജീവിയെ അല്ലെങ്കിൽ ആ പ്രശ്നജീവിയായതുകൊണ്ടാണല്ലോ നമ്മൾ അതിനെ മയക്കൂടി വെച്ച് പിടിക്കുന്നത്. അതിനെ നമ്മളെ ഏരിയയിൽ നിന്ന് കടത്തിവിട്ട് നമ്മൾ സേഫ് ആകുന്നതിന് പകരം അപ്പുറത്തെ ഏരിയയിലും മനുഷ്യവാസം ഉണ്ടെന്നും കാരണം ഇത് ഇന്റർ സ്റ്റേറ്റ് തലത്തിലുള്ള വലിയ മുതിർന്ന ചർച്ച ആവശ്യമാണ്. ഞാൻ ചോദിച്ചത് കർണാടകയിൽ നിന്നുള്ള ഈ പറയുന്ന തണ്ണീർക്കൊമ്പൻ, ഈ മോഴയാന, ഇതൊക്കെ വയനാട്ടിലേക്ക് എത്തുന്ന സാഹചര്യം ബോധപൂർവം അവിടെ നിന്ന് സൃഷ്ടിക്കപ്പെട്ടതാണോ അല്ലയോ? ബോധപൂർവം എന്ന് പറയാൻ പറ്റില്ല, കാരണം ഞാൻ ആ വിഷയം അത്ര പഠിച്ചിട്ടില്ല. പക്ഷേ നമ്മൾ ഈ 2 സംസ്ഥാനങ്ങളിലെ ഉദ്യോഗസ്ഥന്മാരും സർക്കാരും തമ്മിൽ വളരെ വ്യക്തമായ ആശയവിനിമയം വേണം. കാരണം നമ്മൾ അതിർത്തി ഷെയർ ചെയ്യുകയാണ്. വനത്തിന്റെ അതിർത്തി വനമാണ്, ഷെയർ ചെയ്യുകയാണ്. മൃഗങ്ങൾക്ക് ശ്രീ സണ്ണി ജോസഫ് ഇപ്പോൾ പ്രേക്ഷകരുടെ അറിവിലേക്കായി ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ അജീഷിന്റെ
മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തിയതിനു ശേഷം വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന ആംബുലൻസിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഇന്ന് വലിയ ജനരോഷമുണ്ടാക്കിയ നടപടികൾക്ക് ശേഷം ഇപ്പോൾ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. വനമന്ത്രി പക്വവും ശാന്തവുമായ സമയമാകുമ്പോൾ അവിടെ എത്തട്ടെ. ശ്രീ സണ്ണി ജോസഫ്, ഇപ്പോൾ ഇവിടെ ഈ ഹസനിലാണ് ഇത് പിടികൂടുന്നത് അല്ലേ? അത് കഴിഞ്ഞിട്ട് അവർക്ക് മറ്റു മേഖലകളിലേക്ക് കൊണ്ടുപോകാവുന്നതാണ്. കർണാടക നമ്മുടെ സംസ്ഥാനം പോലെയല്ലല്ലോ വനവിസ്തൃതിയുടെ കാര്യത്തിൽ, കുറെ കൂടെ വിപുലമായ മേഖലയാണുള്ളത്. ഈ ഭാഗത്തേക്ക് എത്താവുന്ന രൂപത്തിൽ എന്തുകൊണ്ട് കൊണ്ടുവിട്ടു? ഇപ്പോൾ വയനാടിന് മറ്റൊരു സവിശേഷതയുമുണ്ട്. തമിഴ്നാടിൻ്റെ വനാതിർത്തി, കർണാടകത്തിൻ്റെ വനാതിർത്തി, പിന്നെ നമ്മുടെ വനാതിർത്തി. സ്വാഭാവികമായിട്ട് ആ ഭാഗത്ത് നിന്ന് തന്നെയാണ് ഇതിനെ പിടികൂടി എങ്ങോട്ടേക്ക് വിടുന്നത് എങ്കിൽ ആ പ്രോക്സിമിറ്റി നമുക്ക് മനസ്സിലാക്കാം. ഇത് അങ്ങനെയല്ലാത്ത വിദൂരമായൊരു സ്ഥലത്ത് നിന്നാണ് ഇവിടെ എത്താൻ പാകത്തിലുള്ളൊരു സ്ഥലത്തേക്ക് കൊണ്ടുവിടുന്നത്. അതിൽ നമുക്കൊരു സംശയവും തോന്നേണ്ടതില്ല എന്നൊരു അഭിപ്രായം അങ്ങേക്കുണ്ടോ? അല്ലല്ല, സംശയം എന്നല്ല, അതിലൊരു പോരായ്മയുണ്ടെന്ന് തന്നെയാണ്. അതിനെ ഗൗരവത്തിൽ തന്നെ കാണണം. അതിനെ സംബന്ധിച്ച് നേരത്തെ പറഞ്ഞ പോലെ ട്രാൻസ്ലൊക്കേഷൻ്റെ പോളിസിയിൽ നമ്മൾ വളരെ ഉത്കണ്ഠ പ്രകടിപ്പിക്കണം. നമ്മൾ ഉത്കണ്ഠ പ്രകടിപ്പിക്കുക തന്നെ വേണം.